അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെതാണ്. ഓവണൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഗ്യാസിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നേർപകുതി അര കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. 125 ml സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3/4 കപ്പ് പഞ്ചസാരയാണ്. 250 ml കപ്പിന് തന്നെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. കയ്പുള്ള കൊക്കോ പൗഡറാണ് എടുക്കുന്നത് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ നമുക്കൊരു 3 മുട്ട വേണം. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ട വേണം, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം. ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ വേണം. പിന്നെ വേണ്ടത് വാനില എസെൻസ് ആണ്. വാനില എസെൻസ് നമുക്കൊരു 1/4 ടീസ്പൂൺ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ അളന്ന് വെച്ചതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ട വേണം എടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പതഞ്ഞ് കിട്ടില്ല. ഇനി ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും ബീറ്റ് ചെയ്യണ്ട. ഇപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ആ മിക്സ് ഉണ്ടല്ലോ അരിച്ചെടുത്തത്, അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മെല്ലെ ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഈ മൈദയുടെ മിക്സും അതുപോലെ മുട്ടയുടെ മിക്സൊക്കെ നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ മെല്ലെ ചെയ്താൽ മതി, സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. ഒരിക്കലും സ്പീഡാക്കിയിട്ട് ചെയ്യരുത്. അതുപോലെ ഒരു സൈഡിലേക്കായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡിലും ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കേക്കിൻ്റെ ടിന്നെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പഴയ പാൻ എടുത്തിട്ട് ഈ 1 കപ്പിന് 1 കപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉപ്പ് ചൂടാക്കി എടുക്കണം. ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കറിയൊക്കെ വെക്കുന്ന തരിക വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ കേക്ക് ടിന്നെ ഇറക്കി വെക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം നമുക്ക്. അങ്ങനെ ഞാനൊരു 40 മിനിറ്റ് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പം മാവ് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടില്ല. അതുപോലെ മാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. അങ്ങനെ നമ്മുടെ ഈ കേക്ക് ഇതാ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിടർത്തിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചൂടാറിയ ശേഷം ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മൗൾഡിൽ നിന്ന് മാറ്റാം. ഇപ്പം ഞാൻ ഈ കേക്ക് ടിന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കേക്ക് ടിൻ ഇതുപോലെ മാറ്റുന്നുണ്ട്. ഇനി ഈ അടിയിലുള്ള ഈ ഭാഗവും മാറ്റാം. ഇപ്പം ഞാൻ കേക്ക് ടിന്നിൻ്റെ അടിയിലുള്ള ഈ പ്ലേറ്റും ഇതാ മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ബട്ടർ പേപ്പർ കൂടെ മാറ്റിയെടുക്കാം ഇതിന്ന്. അങ്ങനെ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നമുക്ക് പ്രസ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്താൽ അറിയാൻ പറ്റും. ഒന്ന് ചൂടാറിയ ശേഷം കട്ട് ചെയ്താൽ മതി. സൈഡെല്ലാം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ചൂടാറിയ ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ കേക്ക് ഇതാ ഞാനൊന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ കട്ട് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേക്ക്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.